കെവിൻ പീറ്റർ, ഇവിടെ ബസന്ത് സംശയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ക്രിസ്ത്യൻ വിഷയങ്ങളിൽ പലപ്പോഴും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെയൊക്കെ വലിയ വികാരമുണ്ടല്ലോ ഈ കുരിശുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. മുൻപത്തിൽ വളരെ കൃത്യമായി ഇടപെട്ടില്ല എന്ന ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നിലപാടുകളൊക്കെ ചില ബിഷപ്പുമാർ മാറ്റിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഈ വഖഫ് ബില്ല് വന്നതിന് ശേഷം കേന്ദ്രമന്ത്രി മുനമ്പത്ത് വന്ന് ചില സംസാരങ്ങൾ നടത്തിയ ശേഷം ആ വിഭാഗങ്ങൾക്കിടയിൽ വീണ്ടും നിയമ നടപടിയിലേക്ക് പോകേണ്ട പശ്ചാത്തലം ഒരുങ്ങുന്ന സാഹചര്യത്തിലൊക്കെ ചില സംശയങ്ങൾ വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഇന്ന് ബിഷപ്പുമാരൊക്കെ സർക്കാരിന് അനുകൂലമായി സംസാരിച്ചു തുടങ്ങിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം. ഇതിനിടയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ബസന്തനെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറഞ്ഞതുപോലെ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനയുടെ പ്രതികരണം, കുരിശിന്റെ യാത്ര നടത്താൻ സാധിക്കാത്ത എത്രയോ നഗരങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് വളരെ കൃത്യമായ അറ്റൻഷൻ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണോ? അവരിങ്ങനെ സമരങ്ങളുമായും പ്രക്ഷോഭങ്ങളുമായും മാത്രം ജീവിക്കേണ്ട ഒരു ജനതയായി മാറുന്നുണ്ടോ? ശരിക്കും എനിക്ക് അഭിവന്ദ്യ ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പറഞ്ഞ കാര്യത്തിലും ശ്രീ വസന്ത് തെങ്ങമ്പള്ളി പറഞ്ഞ കാര്യത്തിലും മറുപടി പറയാനുണ്ട്. അതിനുമുമ്പ് ഞാൻ ഈ കുരിശിന്റെ വിഷയത്തിലുള്ള എന്റെ ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ. കുരിശ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ അടയാളമാണ്. മലമ്പനിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലിട്ട് കുടിയേറ്റ കർഷകർ മലയൊക്കെ നിരത്തി കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുന്ന സമയത്ത് അവന് രക്ഷയുടെ ഒരു പ്രതീക്ഷ എന്നോണം ഇതിൽ നിന്നെല്ലാം ഉയരങ്ങളുള്ള സ്ഥലങ്ങളിൽ കുരിശുകളെ സ്ഥാപിച്ചിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ പിൽക്കാലത്ത് ആ കുരിശ് വനം കയ്യേറ്റത്തിനും മറ്റ് ഭൂമികൾ കരസ്ഥമാക്കുവാനും മറ്റു രീതിയിൽ ദുരുപയോഗം ചെയ്തപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുരിശ് കൃഷി എന്നൊരു പേരും വീണിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന കുരിശ് അനധികൃതമായിട്ടുള്ളതാണെങ്കിൽ അത് പൊളിച്ചു മാറ്റുക തന്നെ വേണം. ഒരു അനാവശ്യ സ്ഥലത്തും സർക്കാർ ഭൂമിയിലും അനാവശ്യ സ്ഥലങ്ങളിലും ഒന്നും ഒരു മതത്തിന്റെയും, ഹൈന്ദവ മതത്തിന്റെ ആയാലും മുസ്ലിം മതത്തിന്റെ ആയാലും ക്രിസ്ത്യാനികളുടെ ആയാലും ഒരു സാധനം വെക്കാനുള്ള അനുമതി കൊടുക്കരുത്. പക്ഷേ ഇപ്പോൾ ശ്രീ മനോജ് പറഞ്ഞ പോലെ തന്നെ ഈ അവിടുത്തെ ചരിത്രവും, ഈ പറയുന്ന കെട്ടിടത്തിന്റെ കാര്യം പറയുന്നു, തെങ്ങിന്റെ കാര്യം പറയുന്നു, ഇലക്ട്രിക് ലൈനിന്റെ കാര്യം പറയുന്നു. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് തെളിവുകളുടെയും ചരിത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ അത് കൈവശം ഉണ്ടായിരുന്നതാണെന്നുണ്ടെങ്കിൽ അതിന് പട്ടയം കൊടുക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പട്ടയം കൊടുക്കണം. പക്ഷെ ഇവിടെ വനം വകുപ്പ് പുലർത്തി വരുന്നൊരു നിലപാടുണ്ട്, വളരെ ധാർഷ്ട്യത്തോടെയുള്ള നിലപാടാണ്. ആ നിലപാടെന്ന് പറയുന്നത് കുടിയേറ്റ കർഷകനെ അവരുടെ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും കുടിയിറക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള പലവിധ പരിപാടികളുടെ ഭാഗമായിട്ട് നടത്തുന്നത് തന്നെയാണ് ഇത്. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തുന്നത്. പക്ഷെ ഇവിടെ അതൊന്നുമല്ല വിഷയം. ഇവിടെ ഇപ്പൊ തെങ്ങമ്പള്ളി സൂചിപ്പിച്ചതായാലും സംസ്ഥാന സർക്കാരിന്റെ ആയാലും ഇവരുടെ രാഷ്ട്രീയ ഇരട്ടത്താപ്പും കപടതയാണ് ഇവിടെ കാണുന്നത്. ഇവർ എത്ര വേഗമാണ് 5 മിനിറ്റ് എങ്ങാണ്ടേ എടുത്തുള്ളൂ മുഖ്യമന്ത്രി പ്രതികരിക്കാനായിട്ട്. എന്തൊരു കരച്ചിലായിരുന്നു ഇവിടെ കോൺഗ്രസ്. ഇവിടെ ആ കുരിശ് പൊളിച്ചു മാറ്റി അവിടെ കുരിശ് അവിടെ സ്ഥാപിക്കാൻ വനം വകുപ്പ് അനുവദിക്കുന്നില്ല. സർക്കാർ ഒരു ടീമിനെ, ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിട്ട് തീരുമാനമെടുക്കട്ടെ. പക്ഷെ ഇന്ന് ഈ ദിവസം കുരിശിന്റെ വഴി നടത്താൻ അവിടെ നമ്മൾ നിങ്ങളുടെ വീഡിയോയിലെല്ലാം കണ്ടതാണ്. മുന്നിൽ വരുന്ന വൈദികന്റെ കയ്യിൽ ചെറിയൊരു മരക്കുരിശ് മാത്രമേ ഇരിപ്പുള്ളൂ. അത് കുരിശിത രൂപം മാത്രമേ ഉള്ളൂ. അത് പള്ളിയിൽ ഇരുന്നതാണ്. അത് തിരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. അതും വെച്ചുകൊണ്ട് ആ കുരിശിന്റെ വധിക്ക് അനുമതി നിഷേധിച്ചതാണ് ഏറ്റവും വലിയ തെമ്മാടിത്തരം എന്ന് പറയുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നല്ലോ, തെങ്ങുംപള്ളിയുടെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഡൽഹിയിലെ വിഷയത്തിന്റെ പേരിൽ മുതലക്കണ്ണി ഒഴികെ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. ആ ഇടവക ജനം അവിടെ ഇന്നത്തെ ദിവസം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടത്തുന്നതാണ് ഈ കുരിശിന്റെ വഴി. അതുകൊണ്ട് വനത്തിനൊരു നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ന് അവിടെ കുരിശിന്റെ വഴി നടത്താൻ അനുവദിക്കണം എന്ന് ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ഭരണകക്ഷി അംഗങ്ങളായിട്ടുള്ള ജോസ് കെ മാണിയെ പോലുള്ളവർക്ക് പറയാമായിരുന്നില്ല. എന്തുകൊണ്ട് പറയാൻ സാധിച്ചില്ല ഇവർക്ക്? അപ്പോൾ ഇവരുടെ കപടതയാണ് ഈ കാണുന്നത്, ഇവരുടെ കപടത. അതിന് BJP കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ തൊമ്മൻകുത്തിലായാലും നിങ്ങളുടെ കപടത കാണിക്കുമ്പോൾ സത്യസന്ധമായിട്ട് BJP ആണ് അവിടെ നിലപാട് എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചിലപ്പോൾ BJP നിന്നും നിൽക്കും. അത് നിങ്ങളുടെ കഴിവുകേടാണ്, നിങ്ങളുടെ കള്ളത്തരമാണ്, നിങ്ങളുടെ ഇരട്ടത്താപ്പ് കൊണ്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പം വസന്ത് തെങ്ങമ്പള്ളി പറഞ്ഞല്ലോ ഇപ്പോൾ ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യം. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഉറ്റ അനുയായിയായിരുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം 18 വർഷം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന 18 വർഷം പിടികിട്ടാപ്പുള്ളിയായിട്ട് നടന്നതിന് ശേഷം ബുദ്ധദേവ് എന്ന് പറയുന്ന വ്യക്തിയെ 2019 നവംബറിൽ അമിത്ഷാ നിയോഗിച്ച CBIയുടെ പ്രത്യേക അന്വേഷണ സംഘമാണ് 2019 20 വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. നിങ്ങളുടെ മൂക്കിന് താഴെയാണ്. നിങ്ങളുടെ കോൺഗ്രസ്സുകാരനായിരുന്ന ബുദ്ധദേവാണ് ധരാം സിംഗിന്റെ ഉറ്റ അനുയായിയും രണ്ടാമത്തെ പ്രതിയുമായിരുന്ന വ്യക്തിയാണ് 20 വർഷത്തിന് ശേഷം BJP ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തത്. അപ്പൊ BJP ഗവൺമെന്റിന്റെ ആ വിഷയത്തുള്ള ഇതിനെയൊന്നും പറയല്ലേ. നിങ്ങൾ രാജീവ് ഗാന്ധിയുടെ ഘാതകർക്ക് വരെ വധശിക്ഷ വിധിച്ച ഘാതകർക്ക് വരെ നിങ്ങൾ വിടുതൽ മേടിച്ചു കൊടുത്ത ആളുകളാണ്. അപ്പോൾ 22 വർഷം കഴിഞ്ഞ ഒരു വ്യക്തിയെ നല്ല നടപ്പിന് ശിക്ഷിച്ചു. ഇവിടെ 14 വർഷം കഴിഞ്ഞ ചിലരുടെയൊക്കെ കാമുകിമാരെയൊക്കെ
വിടാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ തന്നെ നടപടി നടത്തുമ്പോൾ അവിടെ 24 വർഷമായ ഒരാളെ നല്ല നടപ്പിന് വിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്രിസ്ത്യാനിക്ക് ഒരു പ്രശ്നവുമില്ല. ക്രിസ്ത്യാനി പശ്ചാത്തപിക്കുന്നവരെ ചേർത്ത് നിർത്തിയ പാരമ്പര്യം മാത്രമേ ക്രിസ്ത്യാനിക്കുള്ളൂ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വെടിവെച്ച മുഹമ്മദ് അലി അഗ്ഗ എന്ന് പറയുന്ന മുസ്ലിം യുവാവിനെ ജയിലിൽ ചെന്ന് സന്ദർശിച്ച് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. അപ്പൊ അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് ക്രിസ്ത്യാനിയെ ഇളക്കാമെന്നൊന്നും കരുതേണ്ടതില്ല. വസന്ത് തെങ്ങുംപള്ളി, നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ ഇരട്ടത്താപ്പ് മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക. മറുപടി ഒരു ഇടവേളയിലേക്ക് പോകണം. വസന്തിന്റെ മറുപടിയോട് ഇടവേളയിലേക്ക് പോവാം. പ്രശ്നമുണ്ട്. അദ്ദേഹം ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഞാനും ക്രിസ്ത്യാനിയാണ്. ഇല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ വസന്ത് തെങ്ങുംപള്ളിയുടെ കാര്യം. രണ്ട് മാലയിട്ടാണ് ബജ്റംഗിദളും RSSഉം ഈ പറഞ്ഞ അത് സ്വാഭാവികമാണെന്ന്. ഇവിടെ പീഡന കേസിൽ പോയവനെ ജയിലിൽ പോയി ഇവിടുത്തെ പുരുഷന്മാരുടെ സംഘടന പോയി മാലയിട്ട് സ്വീകരിച്ചു വന്നു. അതൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ അതിനെപ്പറ്റി സംഭവമായിട്ടൊന്നും താങ്കൾ ആവശ്യമില്ലെന്ന് ആണോ? അല്ലല്ലോ, സ്വാതന്ത്ര്യ വന്നത് അതാണ് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ മദനിയെ സ്വീകരിച്ച് ആനയിച്ചത് മദനി ദണ്ഡിയാത്രയ്ക്ക് കടന്നത് ഏത് മദനിയെ മാറി താഴെ കൂടെ നിങ്ങൾ സ്വീകരിച്ചില്ല. മദനിക്ക് നിങ്ങൾ നിങ്ങൾക്കും ചെയ്തില്ലേ? അവർക്ക് മാറിയിട്ട് ഏതെങ്കിലും സംഘടന മാറിയിട്ട് സംഘടന അതിന്റെ ഒരു മിനിറ്റ് വസന്ത് ഒന്ന് പറഞ്ഞോട്ടെ. കെവിൻ ഒരു മിനിറ്റ്. വസന്ത് അത് പറയൂ, അദ്ദേഹത്തിന് മറുപടി പറയണം. വസന്ത് ഒന്ന് പറയൂ. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? ഈ ഇയാൾ വരുന്നുണ്ടല്ലോ, ഇയാളെ മാറിയിട്ടാണ് ബജ്റംഗിദൾ സ്വീകരിക്കുന്നത്. ബജ്റംഗിദളാണ് ചോദിച്ചത്. മദനിയെ നിങ്ങൾ സ്വീകരിച്ചില്ലേ? സ്വീകരണം കൊടുത്തു. മാത്രമല്ല, നിങ്ങൾ ഭരിക്കുന്ന BJPയുടെ കീഴിലുള്ള ജയിൽ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ കൂടെ സെൽഫി എടുക്കുന്നു മാലയിട്ട്. എന്താ, സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നാണോ? സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് വന്നതിന്റെ സ്വീകരണമാണോ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കെവിൻ അല്ല, പറഞ്ഞോളൂ. എനിക്കാണോ അവസരം? അതെ അതെ അതെ. അല്ല, ഞാൻ അതാണ് വസന്ത് തെങ്ങുംപള്ളിയോട് ചോദിച്ചത്. ഇവിടുത്തെ അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന കൊടും ഭീകരനെ ദണ്ഡിയാത്രയിൽ പങ്കെടുത്തനെ അല്ലല്ലോ ഇവിടെ ബാംഗ്ലൂരും കോയമ്പത്തൂരും ഇട്ടിരുന്നത്. അല്ലല്ലോ, തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ലേ? പ്രോസിക്യൂഷൻ തെളിവ് ഞാൻ പറയട്ടെ. ആരെ നിങ്ങളുടെ ആളുകൾ മാലയിട്ടോണ്ട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. അവിടെ ഇരിപ്പുണ്ട്, നിയമസഭയിൽ ഇരിപ്പുണ്ട് പ്രമേയം. ആര് പറഞ്ഞു നിങ്ങൾ അത്രയും വലിയ തീവ്രവാദിയൊന്നുമല്ലോ. ആയിരക്കണക്കിന് ആൾക്കാരുടെ ഒരു തീവ്രവാദിയൊന്നുമല്ലോ. പറയുന്നതിനൊരു വ്യക്തത വേണം. ഞാൻ നിങ്ങൾ മാലയിട്ട കാര്യം എഴുതേ. നിങ്ങൾ ഇവിടുത്തെ കാര്യം പറ. നിങ്ങൾ ഉത്തരേന്ത്യയിലെ കാര്യം പറയില്ല. ഇവിടെ നിങ്ങൾ ചെയ്ത മറുപടി പറയൂ. ആദ്യം നിങ്ങൾ ഉത്തരേന്ത്യയിലെ കാര്യം അവിടെ നിൽക്കട്ടെ. ശരി, തിരിച്ചു വരാം. പ്രധാനപ്പെട്ട അതിഥികളുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് വരണം. ദയവായി തുടരുക. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം 4 പേരിലേക്ക് വരാം.